പൃഥ്വിരാജ് സുകുമാരനെ നായകനാക്കി എസ് മഹേഷ് സംവിധാനം ചെയ്യുന്ന കാളിയൻ എന്ന സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കാൻ പോകുന്നു. ഇന്ത്യയിലെ തന്നെ ബിഗ്ഗസ്റ്റ് മാർഷൽ ആർട്സ് മൂവിയായിട്ടാവും കാളിയൻ വരികയെന്നാണ് മൂവി ടീം ലേറ്റസ്റ്റ് അപ്ഡേറ്റിൽ സൂചിപ്പിക്കുന്നത്. ചിത്രത്തിന്റെ കാസ്റ്റ് അപ്ഡേറ്റും മറ്റ് ഡീറ്റെയിൽസും ഉടൻ തന്നെ പുറത്തുവരും. സുരാജ് വെഞ്ഞാറമൂട് പ്രധാന വേഷത്തിലെത്തി ക്രിസ്മസ് റിലീസായി തിയേറ്ററുകളിലേക്ക് എത്തിയ ED അഥവാ എക്സ്ട്രാ ഡീസന്റ് എന്ന സിനിമ OTT റിലീസിലേക്ക് കടക്കുന്നു. ചിത്രത്തിന്റെ വിദേശ രാജ്യങ്ങളിലെ OTT അവകാശങ്ങൾ സിംപ്ലി സൗത്ത് ആണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഇന്ത്യയിലെ OTT റിലീസ് അപ്ഡേറ്റ് ഉടൻ തന്നെ പുറത്തുവരും. മെഗാസ്റ്റാർ മമ്മൂട്ടിയെ നായകനാക്കി ഗൗതം വാസുദേവ് മേനോൻ സംവിധാനം ചെയ്ത ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സിന്റെ ട്രെയിലർ കഴിഞ്ഞ ദിവസം റിലീസിനെത്തി യൂട്യൂബിൽ നിന്നും 1 മില്യൺ വ്യൂസ് നേടുകയും ട്രെൻഡിംഗിൽ എത്തുകയും ചെയ്തിരുന്നു. ഇന്നു മുതൽ ചിത്രത്തിന്റെ ട്രെയിലർ, രേഖാചിത്രം, ഗെയിം ചേഞ്ചർ എന്നീ സിനിമകൾക്കൊപ്പം തിയേറ്ററിലും പ്രദർശനം ആരംഭിച്ചിട്ടുണ്ട്. മമ്മൂട്ടിക്കൊപ്പം ഗോകുൽ സുരേഷും പ്രധാന വേഷത്തിലെത്തുന്ന ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് ജനുവരി മാസം 23-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തും. പ്രഭാസിനെ നായകനാക്കി സന്ദീപ് റെഡ്ഡി വാങ്ക സംവിധാനം ചെയ്യുന്ന സ്പിരിറ്റ് എന്ന സിനിമയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ഈ മാസം 12-ാം തീയതി വരുന്ന ഞായറാഴ്ച വൈകിട്ട് 5 മണിക്ക് പുറത്തു വരുമെന്ന് മൂവി ടീം തന്നെ ഇപ്പോൾ ഒഫീഷ്യലായി കൺഫേം ചെയ്തിട്ടുണ്ട്. ക്രിസ്റ്റഫർ നോളൻ ചിത്രം ഇന്റർസ്റ്റെല്ലാറിന്റെ ഇന്ത്യയിലെ റീ റിലീസ് തീയതി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ വരുന്ന ഫെബ്രുവരി 7-ാം തീയതി ഇന്റർസ്റ്റെല്ലാർ IMAX ഫോർമാറ്റിൽ ഇന്ത്യയിൽ റിലീസിനെത്തും. ആസിഫ് അലി, അനശ്വര രാജൻ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഏറ്റവും പുതിയ മലയാള സിനിമയാണല്ലോ രേഖാചിത്രം. ഇന്നലെ തിയേറ്ററുകളിലേക്ക് എത്തിയ രേഖാചിത്രത്തിന്റെ ആദ്യ 2 ദിവസത്തെ കേരള കളക്ഷൻ 4,10,00,000 രൂപയിലേക്ക് എത്തപ്പെട്ടിട്ടുണ്ടെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അതേസമയം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ഫിഗർ പുറത്തു വന്നിട്ടില്ലെങ്കിൽ കൂടി 2 ദിവസങ്ങൾ കൊണ്ട് 8 കോടി രൂപയോളം രേഖാചിത്രം വേൾഡ് വൈഡ് കളക്ഷനെ സ്വന്തമാക്കിയെന്നാണ് ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ആസിഫ് അലി, പ്രിയ ഭവാനി ശങ്കർ, ദീപക് പറമ്പോൾ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി താമർ സംവിധാനം ചെയ്ത് ചിത്രീകരണം പൂർത്തിയായിരിക്കുന്ന ഏറ്റവും പുതിയ സിനിമയുടെ ടൈറ്റിൽ അനൗൺസ്മെന്റും ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും ഈ വരുന്ന 11-ാം തീയതി ശനിയാഴ്ച വൈകിട്ട് 6 മണിക്ക് റിലീസ് ചെയ്യും. പൃഥ്വിരാജ് സുകുമാരനെ നായകനാക്കി ജയൻ നമ്പ്യാർ സംവിധാനം ചെയ്യുന്ന വിലായത്ത് ബുദ്ധ എന്ന ചിത്രത്തിന്റെ 80% ചിത്രീകരണം പൂർത്തിയായിട്ടുണ്ടെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഇനി 45 ദിവസത്തെ ചിത്രീകരണം കൂടിയാണ് വിലായത്ത് ബുദ്ധയ്ക്ക് ബാക്കിയുള്ളത്. അത് പൂർത്തീകരിച്ച ശേഷം 2025 മെയ് മാസം 16-ാം തീയതി വിലായത്ത് ബുദ്ധ തിയേറ്ററുകളിലേക്ക് എത്തിക്കാനുള്ള തീരുമാനത്തിലാണ് മൂവി ടീം. രാംചരണിനെ നായകനാക്കി ശങ്കർ സംവിധാനം ചെയ്ത് ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തിയ പാൻ ഇന്ത്യൻ ബ്രഹ്മാണ്ഡ സിനിമയാണല്ലോ ഗെയിം ചേഞ്ചർ. ചിത്രത്തിന്റെ HD പ്രിന്റ് ലീക്കാക്കപ്പെട്ടിരിക്കുന്നു എന്ന ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിനു മുമ്പ് ബറോസ്, വിടുതലൈ പാർട്ട് 2, മാർക്കോ, സൂക്ഷ്മദർശിനി എന്നീ സിനിമകളുടെ HD പ്രിന്റ് ലീക്കാക്കപ്പെട്ടിരുന്നു. എന്നാൽ ആ സിനിമകളൊക്കെ റിലീസിനെത്തിയ ആഴ്ചകൾ കഴിഞ്ഞിട്ടാണ് ലീക്കാക്കപ്പെട്ടതെങ്കിൽ ഗെയിം ചേഞ്ചറിന്റെ പ്രിന്റ് റിലീസ് ദിവസം തന്നെ ലീക്കാക്കപ്പെട്ടതിനാൽ പെട്ടെന്നുള്ള നിയമ നടപടികൾ സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് ആന്ധ്ര തെലങ്കാനയിലെ മൂവി അസോസിയേഷനുകൾ. ലാലേട്ടനെ നായകനാക്കി പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത എമ്പുരാൻ എന്ന സിനിമയിലെ ലാലേട്ടന്റെ ഡബ്ബിംഗ് വർക്കുകൾ ഇന്നു മുതൽ ആരംഭിച്ചതായി എമ്പുരാൻ ടീം തന്നെ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെ അറിയിച്ചിട്ടുണ്ട്. ഈ വർഷം മാർച്ച് 27-ാം തീയതിയാണ് എമ്പുരാൻ പാൻ ഇന്ത്യൻ റിലീസായി തിയേറ്ററുകളിലേക്ക് എത്തുക. എമ്പുരാന്റെ ഡബ്ബിംഗ് വർക്കുകൾക്കൊപ്പം തന്നെ ലാലേട്ടൻ സത്യനന്ദിക്കാട് സംവിധാനം ചെയ്യുന്ന ഹൃദയപൂർവ്വത്തിന്റെ ഷൂട്ടിലും പങ്കുചേരുമെന്നും വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഏറ്റവും പുതിയ സിനിമാ വാർത്തകൾക്കായി നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.